ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇക്കാടെ പേരിൽ വന്നൊരു പാർസലായിരുന്നു. ഇക്കാടെ ഓഫീസിൽ നിന്ന് ഇക്കാടെ സീക്രട്ട് സാന്റ അയച്ചു തന്ന പാർസലാണ്. അപ്പോൾ ആൾ ഹാപ്പിയൊക്കെ ആയിരുന്നു, ഒരു സീക്രട്ട് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടിയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയാകുകയാണ്. ഞങ്ങൾ രണ്ടാൾക്കാരും ഓഫീസിൽ പോകണം, ഇസീനെ കിൻഡർ ഗാർഡനിലാക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ഇസി എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മൂഡിലായതുകൊണ്ട് നേരത്തെ പോയി കുളിപ്പിച്ചു റെഡിയാക്കി ഡ്രസ്സെല്ലാം ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണേ. അപ്പോൾ ഇക്കാക്ക് ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക നേരത്തെ റെഡിയായി. ഞാൻ ഇനിയാണ് റെഡിയാകാൻ പോകുന്നത്. ഇസീനെ റെഡിയാക്കിയിട്ട് ഇനിയാണ് ഞാൻ റെഡിയാവാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ ഈ ഓഫീസിൽ പോകാനുള്ള ബഹളം, കിൻഡർ ഗാർഡനിൽ ഇസീനെ വിടാനുള്ള ബഹളം, ഇതെല്ലാം ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം ഇതെല്ലാം ഇസയുടെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ന് രാവിലെ ഇസി ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എനിക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാൽ ഇക്ക പോയി കഴിഞ്ഞതിന് ശേഷം ഇസിയുടെ സ്വഭാവം മാറി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും അതുപോലെ നടക്കില്ല. എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ചെറിയൊരു ഓവർ കോൺഷ്യസ് ഡിസോർഡർ പോലെ ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ സ്കെഡ്യൂൾ ചെയ്ത കാര്യം അതുപോലെ നടന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പാനിക്കും ടെൻഷനും ഒക്കെ എനിക്കുണ്ടാവും. പക്ഷേ അത് ഞാൻ പയ്യെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം പെട്ടെന്നായി അൺടൈഡി ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഈസി ലക്കിലി ഐ ഷുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് അൽഹംദുലില്ലാ നെറ്റ്വർക്കിങ്ങിൽ പ്രോയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ ഹൗസ് കീപ്പിംഗ് ചേച്ചിമാരിപ്പോൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവർ ഓൾറെഡി ഈസി ആയിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ അവരെടുത്ത് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു തന്നു രാവിലെ. അങ്ങനെ കുറച്ച് സമയം പോയി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഇസി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് കിൻഡർ ഗാർഡനിൽ ഇസീനെ കൊണ്ടാക്കി. അതിന് ശേഷം ഞാൻ എൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ് ചെയ്തത്. ഓഫീസിൽ പോയപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ബേ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ സീക്രട്ട് സാന്റാസ് ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഗിഫ്റ്റും അവിടെ തന്നെ ഉണ്ടാവും. എല്ലാം ക്രിസ്മസ് ട്രീൻ്റെ താഴെ കൊണ്ട് വെക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം ഈ ക്രിസ്മസ് ട്രീയെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു സസ്റ്റൈനബിൾ ക്രിസ്മസ് ട്രീ ആണ്. സോഡസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാനൽസ് ആണ്. അതിൻ്റെ അറ്റത്ത് LED ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞങ്ങളുടെ കമ്പനി ഈ സസ്റ്റൈനബിലിറ്റിക്ക് ഒരുപാട് മുൻഗണന കൊടുക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സസ്റ്റൈനബിൾ ആണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ ഒരു നോമിൻ്റെ കൂടെ ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്വാർട്ടർലി റിവ്യൂ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു പ്രിപ്പറേഷൻസിലാണ് എല്ലാ ടീം മെമ്പേഴ്സും. അതിൻ്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സീക്രട്ട് സാന്റ കൊണ്ടുവയ്ക്കണമല്ലോ നമുക്ക്. അപ്പോൾ ആരും കാണാതെ നമ്മുടെ ഗിഫ്റ്റ്സ് എല്ലാം കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ടീമിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ആൾ ആക്ച്വലി ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നാലും ഗിഫ്റ്റ് ഞാൻ കൊടുത്തു. ഗിഫ്റ്റ് ഞാൻ പൊളിക്കുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ച് കണ്ടുമായിരുന്നു, പക്ഷേ സംസാരിക്കാനൊന്നും പോയില്ല. കാരണം സീക്രട്ട് സാന്റ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, അത് സീക്രട്ടായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കി പണിയിലോട്ടായിരുന്നു. അപ്പം ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേരത്തെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അവൈലബിലിറ്റിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കമ്മിങ് ഡേയ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തീർക്കേണ്ട കാര്യങ്ങൾ, എന്നെ ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ബാധ്യത എനിക്കാണ്. അപ്പോൾ അത് നേരത്തെ തീർത്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ സീക്രട്ട് ഗിഫ്റ്റ്സ് എടുക്കാൻ വേണ്ടി ട്രീൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഗിഫ്റ്റ്സൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഞാൻ പയ്യെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സീക്രട്ട് സാന്റ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്ത ആളുമുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളത് ആരാണെന്നൊന്ന് കണ്ടുപിടിച്ച് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ടീമിൽ ഒരേ ഒരു ഡോക്ടർ ശ്യാമ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ടു ഡോക്ടർ എന്ന് എഴുതിയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ചേച്ചിക്ക് തന്നെ ആണ് എന്നുള്ളത്. പിന്നെ എൻ്റെ ഗിഫ്റ്റ് തപ്പുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത കർത്തവ്യം. അപ്പം അങ്ങനെ ഞാനത് തപ്പി ഒരു നല്ലൊരു വയലറ്റ് കളർ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് എൻ്റെ ഗിഫ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ടു ശില്പ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ടീമിൽ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല.
അപ്പോൾ ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മഗ് എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്ന് അത് പൊളിക്കുകയാണ് ചെയ്തത്. പൊളിച്ച് നോക്കിയപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ഗ്ലാസ് എന്തോ ആണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഒരു മെറി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് ലൈറ്റ്സൊക്കെയുള്ള അതിനകത്ത് തന്നെ ഇങ്ങനെ ക്രിസ്മസ് പാപ്പയും റെയിൻഡിയറും അതിൻ്റെ പുറത്തുകൂടെ സ്നോ ഒക്കെ ഉള്ളൊരു സാധനം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ടീമിലെ ജോർജിയുടെ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജോർജിയുടെ അമ്മ ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പാൻട്രിയിലോട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഫേമസ് ആയിട്ടൊരു കേക്കുണ്ട്, മാത്യൂസ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറെക്കുറെ അതുപോലെ ഇരിക്കും കാണാൻ. പക്ഷേ ഞാൻ മാത്യൂസ് കേക്ക് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് മാത്യൂസ് കേക്കിനേക്കാളും കൂടുതലും ജോർജിയസ് കേക്കാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കും കൊണ്ട് പാൻട്രിയിലോട്ട് പാൻട്രിയിലോട്ട് പോയിട്ട് എല്ലാവരും ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിക്കുകയായിരുന്നു. എനിക്കൊന്നും 2 പീസ് എന്തോ കഴിച്ചെന്ന് തോന്നുന്നു, കാരണം അത്ര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ആൾക്കാർ ഒരുപാടുള്ളതുകൊണ്ടും ഇനി എനിക്ക് എടുത്താൽ എന്നെ ചിലപ്പോൾ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുന്ന അറിയാവുന്നത് കൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഈസിക്ക് കാണിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈസി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈസി ആക്ച്വലി ഈ സർപ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവർ സർപ്രൈസ് കിട്ടാനാണ് അവന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അവന് ഞാനത് ഒരു സർപ്രൈസായിട്ട് കൊടുത്തു. അവൻ്റെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ അവനെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പം അവനും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് പാപ്പയും റെയിൻഡിയറും ഒക്കെ. എന്നിട്ട് അതിൽ ആ ലൈറ്റ് കത്തുന്നതും ഒക്കെ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനത് എപ്പോഴും കൈ കൊണ്ട് നടക്കുന്നുണ്ട് വീട്ടിൽ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പം ഓരോ ദിവസവും ഓരോ രീതിയാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് ഞങ്ങൾക്ക് സെലിബ്രേഷൻ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ മോഡായിരുന്നു. അല്ലെങ്കിൽ കൂടുതലും നമുക്ക് വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങനെ സെലിബ്രേഷൻ ആയിട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, എങ്ങനത്തെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റ്സ് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.